എല്ലാവർക്കും നമസ്കാരം. ഒരു സെമി സർക്കുലർ മാക്രമേ വാൾ ഹാങ്ങിങ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആവശ്യമായ സാധനങ്ങൾ ഇത്രയുമാണ്. ആദ്യമേ തന്നെ നമ്മുടെ മാക്രമേ റോപ്പിനെ 3 വ്യത്യസ്ത അളവുകളിലായി കട്ട് ചെയ്തു. 8 ഇഞ്ച് നീളമുള്ള ഒരു വുഡൻ ടവലാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് നീളത്തിലും കനത്തിലുള്ള മരക്കഷ്ണം ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. 3 മില്ലിമീറ്റർ തിക്നെസ്സും മസ്റ്റർഡ് യെല്ലോ നിറവുമുള്ള ഒരു സിംഗിൾ ട്വിസ്റ്റർ മാക്രമേ കോട്ടൺ റോപ്പാണ് ഞാനിന്ന് ഉപയോഗിക്കുന്നത്. വിവിധ നീളങ്ങളിലായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കയർ കഷ്ണങ്ങൾക്കിടയിൽ നിന്നും 1.5 മീറ്റർ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച കഷ്ണമാണ് നമ്മൾ ആദ്യം ഉപയോഗിക്കാൻ പോകുന്നത്. 1.5 മീറ്റർ നീളത്തിലുള്ള ഈ കയർ കഷ്ണത്തെ നമ്മൾ പകുതിയായി മടക്കി. ഇനി ലാർജ് സൈഡ് നോട്ട് വഴിയാണ് ഈ കോട്ടൺ റോപ്പിനെ വുഡൻ ടവലിലേക്ക് ചേർത്ത് വെക്കുന്നത്. അതിനായി ഈ ലൂപ്പ് പോലെ വന്ന ഭാഗം നമ്മൾ ഈ മരക്കഷ്ണത്തിന് മുന്നിലൂടെ പുറകിലേക്കെടുത്ത് താഴേക്ക് വലിക്കുന്നു. അതിലൂടെ ഈ 2 വാൽ കഷ്ണങ്ങളെ ഉള്ളിലേക്ക് കയറ്റി താഴോട്ട് നീട്ടി വലിക്കുന്നു. ഇതാണ് ലാർജ് സെറ്റ് നോട്ട്. ഈ ലാർജ് സെറ്റ് നോട്ട് യഥാസ്ഥാനത്ത് ടൈറ്റായിരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ലാർജ് സെറ്റ് നോട്ട് വഴി ആദ്യം കെട്ടിവെച്ച ഈ നോട്ടിന് തൊട്ടടുത്തായി അടുത്ത 1.5 മീറ്റർ നീളമുള്ള കോഡിനെ വീണ്ടും ലാർജ് സെറ്റ് നോട്ട് വഴി ചേർത്ത് വെക്കുന്നു. അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ടാണ്. ഇതിനു വേണ്ടി ഏറ്റവും ഇടത്തെ അറ്റത്തുള്ള കോഡിനെ മാറ്റി നിർത്തി രണ്ടാമത്തെ കോഡിനെ ആക്സിയൽ കോഡ് അല്ലെങ്കിൽ ഗൈഡ് കോഡായിട്ട് എടുക്കുന്നു. ഈ ആക്സിയൽ കോഡിന് ചുറ്റുമാണ് നമ്മൾ ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് ചെയ്യാൻ പോകുന്നത്. ആക്സിയൽ കോഡ് എപ്പോഴും ഏത് വശത്തേക്കാണോ നമ്മൾ ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വശത്തേക്ക് വലിച്ചു പിടിക്കണം. കൂടാതെ തൊട്ടടുത്തുള്ള കോഡുകളുടെ മുകളിലായിരിക്കണം എപ്പോഴും ആക്സിയൽ കോഡ് പിടിക്കുന്നത്. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ആക്സിയൽ കോഡിന് മുകളിലൂടെ തൊട്ടടുത്തുള്ള കോഡിനെ ഒരു തവണ വട്ടം ചുറ്റിയെടുക്കുക. ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് ആയതുകൊണ്ട് നമ്മൾ 2 തവണയാണ് ഇങ്ങനെ തൊട്ടടുത്ത കോഡിനെ ആക്സിയൽ കോഡിന് ചുറ്റും വട്ടം കറക്കി എടുക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് കഴിഞ്ഞു. ഇതുപോലെ ശേഷിക്കുന്ന ഒരു കോഡിനെയും ഈ ആക്സിയൽ കോഡിന് ചുറ്റുമായിട്ട് 2 തവണ വട്ടം കറക്കി ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് ചെയ്യുന്നു. ഇനി ആക്സിയൽ കോഡിൻ്റെ ഈ ബാക്കി ഭാഗത്തെ നമുക്ക് വുഡൻ ടവലിലേക്ക് ചേർത്ത് കെട്ടാം. ലാർജ് സെറ്റ് നോട്ട് വഴിയാണ് ഇത് ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ ആക്സിയൽ കോഡിനെ ടവലിൻ്റെ മുൻവശത്ത് നിന്നും പുറകിലേക്ക് കൊണ്ടുപോയി താഴേക്ക് വലിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ വന്ന ഈ ലൂപ്പ് പോലെയുള്ള ഭാഗത്തിന് ഇടതുവശത്തു കൂടെ കയറിനെ മുന്നോട്ട് വലിക്കുന്നു. എന്നിട്ട് ഈ ആക്സിയൽ കോഡിനെ ടവലിൻ്റെ പുറകിലേക്ക് കൊണ്ടുപോയി നേരെ ടവലിന് മുകളിലേക്ക് കൊണ്ടുവരുന്നു. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഈ ലൂപ്പിനകത്തേക്ക് ഈ ആക്സിയൽ കോഡിൻ്റെ അറ്റം കൊണ്ടുപോകുന്നു. എന്നിട്ട് താഴേക്ക് വലിക്കുന്നു. അങ്ങനെ ആദ്യത്തെ നിര ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിന് വലതുവശത്തായി അടുത്ത 1.5 മീറ്റർ നീളമുള്ള കയറിനെ ലാർജ് സെറ്റ് നോട്ട് വഴി ചേർത്ത് കെട്ടുന്നു. വീണ്ടും നേരത്തെ ചെയ്ത പോലെ ഏറ്റവും വലത്തേ അറ്റത്തുള്ള കോഡിനെ മാറ്റി നിർത്തി രണ്ടാമത്തെ കോഡിനെ ആക്സിയൽ കോഡായി എടുത്ത് ഇതിന് ചുറ്റും ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് ചെയ്യുന്നു. ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് ചെയ്ത് കഴിയുമ്പോൾ മുൻപ് ചെയ്ത പോലെ ആക്സിയൽ കോഡിൻ്റെ അവശേഷിക്കുന്ന ഭാഗം ലാർജ് സെറ്റ് നോട്ട് വഴി വുഡൻ ടവലിലേക്ക് ചേർത്ത് കെട്ടാം. അങ്ങനെ രണ്ടാമത്തെ നിര ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് ചെയ്തു കഴിഞ്ഞു. വീണ്ടും 1.5 മീറ്റർ നീളമുള്ള കട്ട് ചെയ്ത് വെച്ച മാക്രമേ റോപ്പിനെ
വുഡൻ ടവലിലേക്ക് ലാക് സെറ്റ് നോട്ട് വഴി കെട്ടിവെക്കുന്നു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഏറ്റവും ഇടത്തെ അറ്റത്തുള്ള കോഡിനെ മാറ്റി നിർത്തി രണ്ടാമത്തെ കോഡിനെ ആക്സിൽ കോഡായി എടുത്ത് അതിനു ചുറ്റും വീണ്ടും ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ നിര ഡബിൾ ഹാഫ് ഹിച്ച് നോട്ടാണ്. അങ്ങനെ ഇടത്തെ അറ്റത്തുള്ള 3 കോഡുകളെ ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് വഴി ആക്സിൽ കോഡിലേക്ക് ചേർത്ത് വെട്ടി കഴിയുമ്പോൾ ഏറ്റവും നടുക്കായി ഒരു വലിയ വിടവ് വരുന്നത് കാണാം. ഈ വിടവ് നികത്താൻ വേണ്ടി 1 മീറ്റർ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോഡിനെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഇതിന് പറയുന്ന പേര് ഫില്ലർ കോഡ് എന്നാണ്. ഹാഫ് ഹിച്ച് നോട്ട് എന്ന് പറയുന്ന നോട്ട് വഴിയാണ് നമ്മൾ ഫില്ലർ കോഡിനെ ആക്സിൽ കോഡിലേക്ക് കെട്ടിവെക്കുന്നത്. ലാക് സെറ്റ് നോട്ടിൻ്റെ നേരെ വിപരീതമാണിതെന്ന് പറയാം. ഇതിനുവേണ്ടി ഈ പകുതിയായി മടക്കിയ 1 മീറ്റർ കോഡിൻ്റെ ലൂപ്പ് ഭാഗം ആക്സിൽ കോഡിന് പുറകിലൂടെ മുൻവശത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് ഈ ലൂപ്പിലൂടെ വാൽ കഷണങ്ങളെ പുറത്തേക്ക് നീട്ടി വലിക്കുന്നു. എനിക്കിതുവരെ ഒരു ഫില്ലർ കോഡ് മാത്രമേ ആഡ് ചെയ്യേണ്ടതായി വന്നിട്ടുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ തിക്നെസ്സിനും അതിൻ്റെ ട്വിസ്റ്റ് ആൻഡ് പാറ്റേണൊക്കെ അനുസരിച്ച് കയറുകൾക്കിടയിലുള്ള അകലത്തിലും അകലങ്ങളുടെ എണ്ണത്തിലും വ്യത്യാസം വരാം. അതിനനുസരിച്ച് നമുക്ക് ഫില്ലർ കോഡുകളുടെ എണ്ണവും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടി വരും. നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണോ അതിനനുസരിച്ച് ആവശ്യമായ ഫില്ലർ കോഡുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ മൂന്നാമത്തെ നിര ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് ചെയ്തു കഴിഞ്ഞു. വീണ്ടും 1.5 മീറ്റർ നീളമുള്ള കോഡിനെ ലാക് സെറ്റ് നോട്ട് വഴി നമ്മുടെ വുഡൻ ടവലിലേക്ക് ചേർത്ത് വെക്കുന്നു. വലത്തെ അറ്റത്തുള്ള ആദ്യത്തെ കോഡിനെ മാറ്റി നിർത്തി രണ്ടാമത്തെ കോഡിനെ ആക്സിൽ കോഡായി എടുക്കുന്നു. ഇതിന് ചുറ്റും ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് കെട്ടുന്നു. ഓരോ തവണയും ഏത് വശത്താണോ നമ്മുടെ ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട്സ് അവസാനിച്ചുള്ള ലാക് സെറ്റ് നോട്ട് വഴി ആക്സിൽ കോഡിനെ വുഡൻ ടവലിലേക്ക് ചേർത്ത് കെട്ടുന്നത് അതിന് തൊട്ടടുത്തായി അടുത്ത 1.5 മീറ്റർ നീളമുള്ള കോഡിനെ ലാക് സെറ്റ് നോട്ട് വഴി കെട്ടുന്നു. ഇതിൽ വീണ്ടും അടുത്ത നിര ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് ചെയ്യുന്നു.
അങ്ങനെ ഏഴാമത്തെ നിര ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ടിൻ്റെ ലെയർ കെട്ടി വന്നപ്പോൾ മധ്യത്തിലായി വീണ്ടും കോഡുകളുടെ ഇടയ്ക്ക് ഒരു വിടവ് വന്നു. ഈ വിടവ് നികത്താനായി 1 മീറ്റർ നീളത്തിലുള്ള ഫില്ലർ കോഡിനെ കൗ ഹിച്ച് നോട്ട് വഴി ആക്സിൽ കോഡിലേക്ക് ചേർത്ത് വെക്കുകയാണ്. നേരത്തെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന കയറിൻ്റെ തിക്നെസ്സും പാറ്റേൺ എല്ലാം അനുസരിച്ച് കോഡുകൾക്കിടയിൽ വരുന്ന ഗ്യാപ്പിൻ്റെ എണ്ണവും അതിനനുസരിച്ച് ഉപയോഗിക്കേണ്ട ഫില്ലർ കോഡുകളുടെ എണ്ണത്തിലും വ്യത്യാസം വരുത്തേണ്ടി വന്നേക്കാം. ഒന്നര മീറ്റർ നീളത്തിലുള്ള 9 കോഡ്സ് ഉപയോഗിച്ച് 8 നിര സെമി സർക്കുലർ പാറ്റേൺ ആണ് ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് വഴി ഞാൻ കെട്ടിയിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ഇതിനുവേണ്ടി ഒരു കോഡിനെ കൂടി വുഡൻ ടവലിലേക്ക് ലാക്സഡ് നോട്ട് വഴി ചേർത്ത് കെട്ടുകയാണ്. 1 മീറ്റർ നീളമുള്ള കോഡിനെ ഏകദേശം 1:3 എന്ന അളവിൽ മടക്കി ഇതിൻ്റെ നീളം കുറഞ്ഞ ഭാഗം ഇടത്തെ അറ്റത്ത് വരുന്ന രീതിയിൽ ലാക്സഡ് നോട്ട് വഴി വുഡൻ ടവലിലേക്ക് ചേർത്ത് കെട്ടി. ഇനി നീളം കൂടിയ ഭാഗം ആക്സിയൽ കോഡായി എടുത്ത് തൽക്കാലം വലതുവശത്ത് വുഡൻ ടവലിൻ്റെ അറ്റത്ത് തൂക്കിയിടുന്നു. ഇനി ഈ കോഡിൻ്റെ നടുക്ക് തൂക്കിയിട്ടിരിക്കുന്ന ഭാഗത്തേക്ക് 40 സെൻറ്റിമീറ്റർ നീളത്തിൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രിഞ്ചസിനെ ഓരോന്നോരോന്നായി ആഡ് ചെയ്യാം. കൗ ഹിച്ച് നോട്ട് വഴിയാണ് ഫ്രിഞ്ചസ് ആഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി 40 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്ത ഫ്രിഞ്ചസിനെ പകുതിയായി മടക്കുന്നു. ഇതിനു മുൻപ് കാണിച്ച പോലെ തന്നെ ഈ ആക്സിയൽ കോഡിൻ്റെ പുറകിലൂടെ ഈ ലൂപ്പ് ഭാഗത്തിന് നമ്മൾ മുൻവശത്തേക്ക് എടുക്കുന്നു. ഈ ലൂപ്പിനകത്തൂടെ വാൽ കഷ്ണങ്ങളെ പുറത്തേക്ക് നീട്ടി വലിക്കുന്നു. ഇതുപോലെ ഓരോ 25 ഫ്രിഞ്ചസിനെയും നിരനിരയായി ഈ ആക്സിയൽ കോഡിലേക്ക് ചേർത്ത് വെക്കുന്നു. അങ്ങനെ എല്ലാ ഫ്രിഞ്ചസിനെയും ഈ ആക്സിൽ കോഡിലേക്ക് കൊരുത്ത് കഴിയുമ്പോൾ ആക്സിൽ കോഡിൻ്റെ അറ്റം ലാക്സഡ് നോട്ട് വഴി വുഡൻ ടവലിലേക്ക് ചേർത്ത് കെട്ടാം. ബാക്കിയുള്ള ഫ്രിഞ്ചസിനെ കൗ ഹിച്ച് നോട്ട് വഴി ഈ ഗ്യാപ്പിലേക്ക് ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് ഫ്രിഞ്ചസിൻ്റെ നല്ലൊരു ഷേപ്പിലേക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുവേണ്ടി ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു സ്കെയിലെടുത്ത് ഓരോ കോഡിൻ്റെയും അറ്റം അളന്ന് കട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ഏകദേശം പാറ്റേൺ മനസ്സിൽ കണ്ട് എല്ലാം കൂടി ഒറ്റയടിക്കും കട്ട് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ നീളം കൂടിയ കോഡ്സ് എല്ലാം വെട്ടി മാറ്റുകയാണ്. ഇങ്ങനെ മാറ്റുന്ന ഭാഗങ്ങൾ നിങ്ങൾ കളയണ്ട. ഇത് നമുക്ക് മാക്രമേ ഫെദേഴ്സ് പോലെയുള്ള ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് നമ്മുടെ ഈ സെമി സർക്കുലർ വാൾ ഹാങ്ങിങ്ങിൻ്റെ പണികൾ അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഒരു പല്ലുകൾക്കിടയിൽ അകലം കുറഞ്ഞ ചീർപ്പ് ഉപയോഗിച്ച് ഓരോ കോഡ്സിലെയും നൂലുകളെ തമ്മിൽ വേർതിരിക്കാൻ നോക്കാം.
ഏറ്റവും ഒടുവിലായിട്ട് മസ്റ്റർഡ് യെല്ലോ നിറത്തിലുള്ള ഒരു ഹാങ്ങർ കോഡ് കൂടി ഞാൻ ഈ വുഡൻ ടവലിലേക്ക് അറ്റാച്ച് ചെയ്യണം. ഇതിനു വേണ്ടി നേരത്തെ കെട്ടിയ 2 ലാർജ് സൈഡ് നോട്ടുകൾക്കിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച 1 മീറ്റർ തിക്നെസ്സിലുള്ള കോഡിൻ്റെ അറ്റം കടത്തി ഒരു സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ഡബിൾ നോട്ട് കെട്ടുകയാണ്. കഴിയുന്നതും വുഡൻ ടവലിന് പുറകിലായിട്ട് പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഈ നോട്ട് കെട്ടാൻ ശ്രമിക്കുക. ഇതുപോലെ വലതുവശത്തും ഒരു ഡബിൾ നോട്ട് ചെയ്യാണ് 2 ലാർജ് സൈഡ് നോട്ടുകളുടെ ഇടയിലായിട്ട്. ഈ വാൾ ഹാങ്ങിങ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച മെറ്റീരിയലുകളും അതിൻ്റെ അളവുകളുമെല്ലാം വിശദമായി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ആൻഡ് കണ്ടതിന് താങ്ക് യു.